ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമായ ചക്കയപ്പമാണ്. ഇതിനെ പല നാട്ടിലും പലതാ പറയുന്നത്. വഷണയപ്പം, തെരളി എന്നൊക്കെ ചിലടത്ത് പറയും. നമ്മുടെ ഇവിടെ ചക്കയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നല്ല വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ശർക്കര, അത് ഉരുക്കിയതാണ്, അതായത് ഉരുക്കി അരിച്ചെടുത്തതാണ്. അതിനകത്ത് അല്ലെങ്കിൽ മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് അരിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. മധുരം അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക കൂഴച്ചക്കയാണ് കിട്ടിയത്. കൂഴച്ചക്കയുടെ ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. കൂഴച്ചക്ക ഒന്ന് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടിയിലോട്ട് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ ശർക്കരയും ചക്കയും എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചക്കയപ്പം നമ്മൾ വഷണയിലയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ വഷണയിലയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ് അതെടുത്തത്. വഷണയില നന്നായി കഴുകി എന്നിട്ട് ചക്കയപ്പം ഈ വഷണയിലിട്ട് കുറേശ്ശെ മാവ് വെച്ച് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് എല്ലാ മാവും ആ വഷണയിലേക്കകത്താക്കിയിട്ടുണ്ട്. അപ്പച്ചെമ്പിൽ വെള്ളമെടുത്ത് നന്നായി തിളപ്പിച്ച് പാത്രം വെച്ച് ഈ വഷണയപ്പം ഓരോന്നായിട്ട് അതിനകത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. നമ്മുടെ വഷണയപ്പം അല്ലെങ്കിൽ ചക്കയപ്പം നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ആ വഷണയിലയുടെ നല്ലൊരു സ്മെല്ലും ചക്കയുടെ മണവും എല്ലാം കൂടെ നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരത്ത് 4 മണി പലഹാരമായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടൻ ചായ മാത്രം മതി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ കാണണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.